കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തലമുറയിൽ ദൈവഹിതം നിവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു വരുന്ന ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രവർത്തന മുഖാന്തരം അനേകരുടെ ആത്മീയ ജീവിതത്തിന് ഉന്നമനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വസ്തുതയാണ്. അനേകരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ നിന്ന് പ്രാർത്ഥിപ്പാനും അനേകരുടെ ആത്മീയമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കുവാനും അത് അവരുടെ ആത്മീയ ജീവിതത്തിന് വളർച്ചയ്ക്ക് നിദാനമായി തീർന്നു എന്നുള്ളതും ഞങ്ങൾ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രവർത്തനം ദൈവഹിത പ്രകാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ നാളുകൾ ഈ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നും നമുക്ക് വേദ പഠനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഉപദേശ വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനം കഴിഞ്ഞ ആഴ്ച കൊണ്ട് പൂർത്തിയാക്കിയിരുന്നു. അതുകൊണ്ട് ആ ഉപദേശ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ അനേകം സംശയങ്ങൾ കേൾക്കുന്നവരുടെ ഹൃദയത്തിലുണ്ടാകാം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള സംശയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഇന്നും നാളെയും നമ്മളൊരു ചോദ്യോത്തര പരിപാടിയിലൂടെ പ്രധാനമായി ഉയർന്നു വരാവുന്ന ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യുകയാണ്. ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തൊടുപുഴയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ജിജോ ജോയി ആണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ആദ്യത്തെ ചോദ്യമായിട്ട് തന്നെ ചോദിക്കാതെ വിചാരിക്കുന്നത് കൃപയെക്കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ ഈ വിഷയം ഒരിക്കൽ സംസാരിച്ചാണ്. കൃപയുടെ ഉപദേശത്തെക്കുറിച്ച്, ന്യായപ്രമാണത്തിൻ്റെ ഉപദേശം, കൃപയുടെ ഉപദേശത്തെക്കുറിച്ച് ചോദിച്ചതാണ്. എന്നാലും കുറച്ചുകൂടെ നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ആ ഒരു കൃപ എന്താണ്, ഈ ദൈവകൃപ, ആ ദൈവകൃപ എത്ര, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നൊന്നും പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. കൃപ എന്ന വാക്കിന് ശരിക്കും പറഞ്ഞാൽ 3 അർത്ഥമാണ് വേദപുസ്തകം കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ വിശ്വാസികളെ സംബന്ധിച്ച്, അവിശ്വാസിയെ സംബന്ധിച്ചും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 അർത്ഥമുണ്ടെന്ന് പറയേണ്ടി വരും. വിശ്വാസികളെ സംബന്ധിക്കുന്ന കൃപ എന്ന വാക്കിൻ്റെ 3 അർത്ഥങ്ങൾ. ഒന്നാമത്, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ പറയുന്നത് അവൻ കൃപ നിറഞ്ഞവനായി, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിൽ പാർത്തു എന്നാണ്. അപ്പോൾ അതെന്ത് കൃപയാണ്? അവിടെ യോഹന്നാൻ്റെ സുവിശേഷം 1:14 വായിക്കുമ്പോൾ അവിടെ പറയുന്നത് അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളിൽ പാർത്തു, വചനം ജഡമായി തീർന്നു എന്നുള്ള വാക്യമാണ്. എന്നിട്ട് അടുത്ത വാക്യം ഇങ്ങനെയാണ്, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ കൃപ നിറഞ്ഞവനായി, സത്യം നിറഞ്ഞവനായി ക്രിസ്തു നമ്മുടെ ഇടയിൽ വസിക്കുമ്പം ജനങ്ങൾ കാണുന്നത് എങ്ങനെയാണ്? അത് ദൈവത്തിൻ്റെ തേജസ്സായിട്ടാണ് കാണുന്നത്. അതിന് 16-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ കൃപയുടെ നിറവിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിക്കും. അപ്പോൾ ഈ കൃപ അവിടെ നമ്മളെ കാണിക്കുന്നത് ദൂതന്മാർ ആരാധിച്ചുകൊണ്ടിരുന്ന ഉന്നതനായ ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ ഔന്നത്യം കാണിക്കാതെ മനുഷ്യരൂപമെടുത്ത്, പക്ഷെ മനുഷ്യരൂപം എടുത്തപ്പോഴും ദൈവത്തിൻ്റെ തേജസ്സുണ്ട്. ആ ദൈവത്തിൻ്റെ തേജസ് പക്ഷേ ആർക്കും അടുത്തുകൂടാനാകാത്ത തേജസ്സായിട്ടല്ല, ആർക്കും അടുത്ത് ചെല്ലാവുന്ന ആകർഷകത്വമായിട്ടാണ് ആ തേജസ് വെളിപ്പെടുന്നത്. അപ്പോൾ നമ്മളും പ്രാപിക്കുന്ന ആർക്കും അടുത്ത് വരാവുന്ന ആകർഷകത്വമാണ്. അവിടെ കൃപ എന്ന് പറയുന്ന തേജസ്സിനെ കുറിക്കുന്നൊരു വാക്യമാണ്. ആ അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത്, നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് ഗ്രേസ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ഗ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹീസ് വെരി ഗ്രേസ്ഫുൾ. എന്തൊരു ഗ്രേസാണ് അത്! മനോഹരത്വത്തെക്കുറിച്ച് പറയുന്നതാണ്, അലൗകികമായ ഒരു സൗന്ദര്യത്തെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സൗണ്ടൊന്നും ശബ്ദമൊന്നും അത്ര നല്ലതല്ലെങ്കിലും ആ പാട്ട് കേൾക്കുമ്പോൾ എന്തൊരു കൃപയാണ് എന്ന് പറയുമ്പം ദർ ഇസ് സംതിങ് അൺമെറിറ്റഡ് ബട്ട് ബ്യൂട്ടിഫുൾ. ആ ബ്യൂട്ടിയെ കുറിക്കുന്ന, ഇപ്പോൾ കർത്താവിൻ്റെ തേജസ് മനോഹരമായിരുന്നു, ഏത് പാപിക്ക് ഓടിച്ചെല്ലാമായിരുന്നു, അടുത്ത് ചെല്ലാനുള്ളൊരു ആകർഷകത്വം ഉണ്ടായിരുന്നു. ഇത് ദൈവത്തിൻ്റെ തേജസ്സായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് തേജസ്സായി മാറും. നമ്മൾ പ്രാപിക്കുന്ന കൃപയുടെ മേൽ കൃപ എന്ന നിറവ് നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അത് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും എന്നുള്ളത്. അതാണ് കൃപയുടെ 1-ാമത്തെ അർത്ഥം. നമ്മൾ ഡിക്ഷണറി നോക്കിയാൽ ഈ അർത്ഥമാണ് കാണുന്നത്. അപ്പോൾ ഡിക്ഷണറി നോക്കുമ്പോൾ കാണുന്ന അർത്ഥം ഇതുപോലെ തന്നെ, കൃപ എന്ന വാക്ക് നിങ്ങൾ മലയാളം നിഘണ്ടു ശബ്ദധാരാവലിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നത് ഇതാണ്, മനോഹരത്വം, അലൗകികമായ സൗന്ദര്യം, അതാണ് കാണിക്കുന്നത്. എന്നാൽ വേദശാസ്ത്രപരമായിട്ട് എന്ന് എഴുതിയിട്ടാണ്, തിയോളജിക്കൽ മീനിങ് എന്ന് എഴുതിയിട്ടാണ് കൃപയുടെ 2-ാമത്തെ അർത്ഥം അവിടെ ഇംഗ്ലീഷ് ഡിക്ഷണറിയിലൊക്കെ സാധാരണ കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺമെറിറ്റഡ് ഫേവർ എന്നാണ്. അതായത്
അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം നമുക്ക് രക്ഷാകരമായ ദൈവകൃപ നൽകുന്നു. അപ്പോൾ രക്ഷാകരമായ ദൈവകൃപയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമർ 5:1 പറയുന്ന പോലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് നമ്മുടെ പിതാവിനോട് യേശുക്രിസ്തു മൂലം മുഖാന്തരം ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, അതാണ് ആ കൃപ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാൾ നീതിമാൻ എന്ന് പറയണമെങ്കിൽ നീതി ചെയ്യണം. പക്ഷേ വിശ്വസിക്കുന്നവരെ നീതീകരിക്കാനുള്ള ദൈവത്തിൻ്റെ തീരുമാനം ഒരു അൺഎക്സ്പെക്റ്റഡ് ഗ്രേസ് ആയിരുന്നു, പ്രതീക്ഷിക്കാത്ത ഒരു ഔദാര്യമായിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് അതിനെ അൺമെറിറ്റഡ് ഫേവർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെ നീതിമാന്മാരെന്ന് ദൈവം എണ്ണുന്നത് നമുക്ക് മെറിറ്റ് ഇല്ലാതെയാണ്. ക്രിസ്തുവിൻ്റെ മെറിറ്റിന് വെച്ച് നമ്മളെ നീതിമാന്മാരെന്ന് എണ്ണുന്നത് ശരിക്കും ദൈവത്തിൻ്റെ കൃപയാണ്. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ നീതീകരിക്കപ്പെടുന്നതുകൊണ്ട് നമുക്കുള്ള സമാധാനവും ദൈവമായിട്ടുള്ള സമാധാനം നമുക്ക് ഫ്രീ ആയിട്ട് ലഭിച്ചു എന്നുള്ളതിനെ കൃപയായിട്ടും അവിടെ കാണിക്കുന്നത്. ഇനി മൂന്നാമത്തെ അർത്ഥം പൗലോസുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. പൗലോസിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ആ ശൂലം, ജഡത്തിലുള്ള ശൂലം നീങ്ങിപ്പോകാൻ വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ 3 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴും കർത്താവ് പറയുന്നത്, നീ ബലഹീനനായിരിക്കുമ്പോഴാണ് എൻ്റെ കൃപ നിനക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ തകർക്കപ്പെടുന്ന ഒരവസ്ഥയിലൂടെ പോകുമ്പം ദൈവത്തെ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ ശക്തി മാത്രമേ നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ പവർ എന്നാണ് നമ്മൾ അവിടെ അത് വ്യാഖ്യാനിക്കുന്നത്. അതായത് അശക്തനായ ഒരാളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ രക്ഷാകരമായ പവർ. ഈ കൃപയാണ് നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മൾ ബലഹീനരായി പോകുന്ന കാര്യങ്ങൾ ചെയ്യിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇപ്പോൾ ദൈവം നമ്മളിൽ ചെയ്യുന്ന പ്രവൃത്തികൾ. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ജീവിതം മുഴുവൻ കൃപയാലാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ബലഹീനരാണ് എന്നുള്ള അർത്ഥത്തിൽ. ഇനി ഇതൊന്നും കൂടാതെ ഞാൻ ഈ വിശ്വാസികളെ ബാധിക്കുന്ന 3 കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എന്നാൽ വിശ്വാസിക്കും അവിശ്വാസിക്കുമുള്ളൊരു കാര്യമാണ് സാമാന്യ കൃപ എന്ന് പറയുന്നത്. ഇപ്പോൾ സാമാന്യ കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ബസ്സിൽ കയറി ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് യാദൃശ്യം എൻ്റെ അടുത്തിരുന്ന ആൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. അപ്പോൾ എനിക്ക് ഒരു സീറ്റ് കിട്ടി. ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് സീറ്റ് കിട്ടി. ശരിയാണ്, പക്ഷേ അത് സാമാന്യ കൃപയാണ്. അത് അവിശ്വാസിക്കും കിട്ടാം. വിശ്വാസിക്ക് മാത്രമല്ല ആൾക്കാർ എഴുന്നേറ്റ് സീറ്റ് തരുന്നത്, അല്ലെങ്കിൽ അങ്ങനൊരു യാദൃശ്ചികത ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൃപ നമ്മൾ എപ്പോഴും എൻജോയ് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവനുണ്ട്, ഒരു കൃപയാണ് അവിശ്വാസിയെ സംബന്ധിച്ച്. വിശ്വാസിയെ സംബന്ധിച്ച് മരിച്ചാലും ജീവിച്ചാലും കുഴപ്പമില്ലെങ്കിലും അതും ഈ ലോകത്ത് ഒരു ദിവസം കൂടെ തന്നു എന്നുള്ളത് നമുക്ക് ദുഃഖകരമായ കാര്യമൊന്നുമല്ല. അതിന് ദൈവത്തിന് നന്ദി പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൃപകൾ ഇങ്ങനെ പല രീതിയിലാണ് അർത്ഥമാക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ട്രാജഡി എന്ന് പറയുന്നത് സഭകളും ഈ അവസാനം പറഞ്ഞ സാമാന്യ കൃപകളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സാമാന്യ കൃപകൾ മാത്രം ശ്രദ്ധിച്ചുണ്ടാകുന്ന മതം അതെല്ലായിടത്തും ഉണ്ട്. ആ മതങ്ങൾ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയമല്ല, അത് ഉപജീവന ചിന്തയെ സംബന്ധിക്കുന്ന മതമാണ്. ഇപ്പോൾ സാമാന്യ കൃപകൾ മാത്രം വ്യാപാരം ചെയ്യുന്ന ഡിസ്പെൻസറി പോലെയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തോടെ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ വലിയ മരുന്നുകളൊന്നും കാണുകയില്ല. അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു നമ്മുടെ വഴിയിലുള്ള പീടികയിൽ ചെന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ ചോദിച്ചാൽ അവിടെ കാണില്ല. അപ്പോൾ ഇന്നത്തെ സഭകൾ ഈ കോമൺ ഗ്രേസ് മാത്രം വിൽക്കുന്ന ഒരു ഡിസ്പെൻസറികളായിട്ട് മാറിയിരിക്കുന്നുള്ളതാണ്. പ്രത്യേക കൃപയെക്കുറിച്ചുള്ള ഒരു പരാമർശവും ഇന്ന് സഭകളിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ പ്രത്യേക കൃപ എന്ന് പറയുന്നത് രക്ഷാകരമായ ദൈവകൃപ. അത് 3 രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമുക്ക് തേജസ് നൽകാനും, നമ്മളെ നീതിമാന്മാരാക്കാനും, നമ്മളെ അനുദിനം വിശദീകരിച്ച് നടത്താനും എല്ലാ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നത്. അപ്പോൾ തന്നെ ഈ മൂന്നാമത് പറഞ്ഞ പൗലോസ് പറഞ്ഞ എൻ്റെ കൃപ, പൗലോസിനോട് കർത്താവ് പറയുന്നത് എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്നതാണ്. ഇപ്പോൾ ഈ അനുദിന ജീവിതത്തിൽ നമ്മൾ ഒരു കൃപ നിറഞ്ഞൊരു ജീവിതം നയിക്കാനായിട്ടാണല്ലോ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാനായിട്ട് ഒരു ഡെയിലി ലൈഫിൽ, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പം നമ്മുടെ ശക്തി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ജോലി ചെയ്യുന്നത്. ഏത് ജോലിയാണെങ്കിലും, ഈവൻ ഇപ്പം നമ്മൾ ബൈബിൾ പഠിപ്പിക്കുന്നത് പോലും പലപ്പോഴും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പഠിപ്പിക്കുകയാണ്. അപ്പം ഈ ദൈവകൃപ എന്ന് പറയുന്നത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് നമ്മുടെ വർക്കില്ല എന്നുള്ളതാണ്. ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ മഹത്വം ആ സമയത്ത് കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും എന്ന സഹോദര എന്നാണ്ട് വിശേഷം, കൃപയാൽ ഇരിക്കുന്നു. അപ്പം എന്നാൽ നമ്മുടെ ശക്തിയാലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ദൈനംദിന ജീവിതത്തിൽ ഈ കൃപയിൽ ജീവിക്കുക എന്ന് പറയുമ്പം എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ അവിശ്വാസികളുടെ സംബന്ധിച്ച്, അതായത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആളുകളെ സംബന്ധിച്ച്
നമ്മൾ കൃപ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് എല്ലാം കവറാവും. രാവിലെ എഴുന്നേറ്റത്, നടന്നത്, ആഹാരം കഴിച്ചത്, വേണമെങ്കിൽ അങ്ങനെ ഒരു ജനറൽ സെൻസിൽ അങ്ങനെ പറയാം. പക്ഷെ കൃപയാലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ അതല്ല. കൃപയാലുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനോഹരത്വം എന്ന വാക്ക്, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ കടയിൽ ചെന്ന് കടയിലുള്ള ആൾക്കാരോട് സംസാരിക്കുന്നു, ഞാൻ സാധനം വാങ്ങിക്കുന്നു, പൈസ കൊടുക്കുന്നു. ഞാൻ സംസാരിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് അസ്വസ്ഥത ഉണ്ടാകുന്നതിന് പകരം അവർക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നു. ഇത് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനായി മാറുന്നതുകൊണ്ടാണ്, കൃപയുടെ മേൽ കൃപ പ്രാപിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ കൃപയാൽ ജീവിക്കുന്നു പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ കൃപയാൽ എന്ന് നമ്മൾ ഉദ്ദേശിക്കണം. കഷ്ടതയുടെ നടുവിൽ കർത്താവിൻ്റെ മനസ്സ്, അത് ഭയങ്കര മനോഹരമാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലും യേശു ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാവുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരാൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നു, അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ തിരിച്ച് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൃപ എന്ന് പറയുന്നത് തേജസ്സായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കണം. പിന്നെ അത് കൂടാതെ നമ്മൾ അഹങ്കാരമില്ലാതെ നമുക്ക് കർത്താവിനോട് പറയുകയാണ്, കർത്താവെ എൻ്റെ ഒരു മെറിറ്റുമില്ല, നീ എന്നെ സഹായിച്ചുകൊണ്ടാണ്. അപ്പോൾ അതും വളരെ മനോഹരമാണ്. അപ്പോൾ ദൈവം എവിടെയെല്ലാം ഉയർത്തപ്പെടുന്നുണ്ടോ, ദൈവത്തിൻ്റെ നാമം എവിടെയെല്ലാം നമ്മൾ മഹത്വപ്പെടുത്തുന്നുണ്ടോ, നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്നുണ്ടോ, അവിടെ എല്ലാം കൃപയാണ്. ഇപ്പം വേറെ രീതിയിൽ പറഞ്ഞാൽ മനുഷ്യനെ സെൻറ്റർ ചെയ്താണ് എല്ലാ മതങ്ങളും ഓടുന്നത്, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം ദൈവത്തെ സെൻറ്റർ ചെയ്താണ്, ദൈവത്തിൻ്റെ ഹിതമാണ്. ഇപ്പോൾ ദൈവം രാജാവായിരിക്കുന്നത് നമുക്ക് കൃപയാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും ദൈവം രാജാവായിരിക്കുമ്പോൾ നമ്മുടെ ബലഹീനതയിൽ ദൈവം ശക്തനായിട്ട് കാണപ്പെടും. ഇപ്പോൾ ഒരു വീണ്ടും ജനിച്ചൊരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവകൃപയെ മനസ്സിലാക്കേണ്ടത് രാവിലെ എഴുന്നേക്കാൻ സഹായിച്ചു, അല്ല ആഹാരം കഴിക്കാൻ സഹായിച്ചു, ഈ തലത്തിലല്ല. അവ മനസ്സിലാക്കേണ്ടത് എന്നോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ ബലഹീനനാണ്, ഞാൻ എന്തുമാത്രം എൻ്റെ ബലഹീനതയെക്കുറിച്ച് ജാഗ്രതയുള്ളവനാണ്, അത്രയും എനിക്ക് കൃപ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാൻ എൻ്റെ ബലത്തെക്കുറിച്ച് കോൺഷ്യസ് ആണെങ്കിൽ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രസംഗത്തിൻ്റെ കാര്യം ബ്രദർ പറഞ്ഞതുകൊണ്ട്, പ്രസംഗിക്കുന്ന സമയത്തും പലപ്പോഴും ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കറിയാമെന്ന് വിചാരിച്ച് നോട്ടൊക്കെ കുറിച്ചുകൊണ്ട് ഞാൻ പണ്ട് പോകുമായിരുന്നു, ഇന്ന കാര്യങ്ങളോട് പറയണം. പക്ഷേ നോട്ട് കുറിച്ചുകൊണ്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എൻ്റെ പ്രസംഗം തീരും, എനിക്കൊരു കാര്യം വളരെ വേഗം പറഞ്ഞു തീർക്കാൻ പറ്റും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ എൻ്റെ ശക്തി എന്ന് പറയുന്നത് മതിയാകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വഴി തെറ്റിപ്പോകും. അപ്പം കർത്താവ് പറഞ്ഞു, നീ നിൻ്റെ ശക്തി ഉപയോഗിക്കുക വേണ്ട, ബലഹീനനായിട്ട് സ്റ്റേജ് നിന്നാൽ മതി, എന്താ പറയേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞോളാം. അത് ഞാൻ 2009 തൊട്ടാണ് ഞാനത് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ശുശ്രൂഷകളിലെല്ലാം ഈ 2009 സ്റ്റേജിൽ നിൽക്കുമ്പം ആണ് കർത്താവിൻ്റെ ശബ്ദം ഞാൻ സ്റ്റേജിൽ വ്യക്തമായൊരു മെസ്സേജായിട്ട് എന്നിൽ നിന്നിങ്ങനെ വരുന്നത്. അതുവരെ ഞാൻ നോട്ട് കുറിച്ചുകൊണ്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൃപ എന്ന് പറയുന്നത് നമ്മൾ ബലഹീനത അക്നോളജ് ചെയ്യുന്നു. കർത്താവ് എനിക്കറിയില്ല, നീ ഇല്ലെങ്കിൽ, നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല, ഞാൻ നിസ്സഹായനാണ്. അത് എൻ്റെ ബോധ്യം. വേണേൽ വിചാരിച്ച് ചിലപ്പോൾ എനിക്ക് പ്രസംഗം പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് സീറോയാണ്, അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഏർപ്പെടുന്ന ഓരോ കോൺവെർസേഷൻ, അതിനകത്തെല്ലാം എനിക്കൊരു സാധ്യതയുണ്ട്, നല്ലതായിട്ട് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ ഞാൻ അവിടെ മരണത്തിന് ഏൽപ്പിക്കുകയാണ്, കാരണം അത് പോരാ, എനിക്ക് നിലവാരം ക്രിസ്തുവിൻ്റേത് വേണം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ മരണത്തിന് ഏൽപ്പിക്കുകയാണ് എൻ്റെ കഴിവുകളെ. പ്രസംഗിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ആ കഴിവ് വേസ്റ്റാണെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരാളെ രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ദൈവത്തിനടുത്ത് ഞാൻ പറയുന്ന, കർത്താവേ, നിൻ്റെ വേല ചെയ്യാൻ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, ഞാനൊരു ഇൻസ്ട്രുമെൻ്റാണ്, നിൻ്റെ കൃപയാലാണ്. ഇപ്പോൾ കൃപയാൽ എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലൂടെ പോകണം. അതല്ലെങ്കിൽ നമ്മളിപ്പോഴും സാമാന്യ കൃപയെക്കുറിച്ചായിരിക്കും സംസാരിക്കുന്നത്. സാമാന്യ കൃപയ്ക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ പരിവർത്തനം ചെയ്യിപ്പിക്കാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ സ്പെഷ്യൽ കൃപയാണ് നമ്മളെ രക്ഷിക്കുന്നത്. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ എപ്പോഴും നമുക്ക് പറയാം കൃപയാലാണെന്ന് പറയാം, പക്ഷേ കൃപയാലാണെന്ന് പറയുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാലല്ല, എൻ്റെ ശക്തിയാലല്ല എന്നും കൂടെ എൻ്റെ കൂടെ മനസ്സിലാകണം. അതല്ല എൻ്റെ ശക്തിയാൽ ഞാൻ കൃപയാൽ നടക്കുമെന്ന് പറയുവാണെങ്കിൽ അതിൻ്റെ കുഴപ്പം, ഞാൻ എൻ്റെ ശക്തിയെ ആശ്രയിക്കുകയും കൃപ എന്നത് സാമാന്യ കൃപയായി മാറുകയും ചെയ്യും. ഇപ്പോൾ രാവിലെ എഴുന്നേക്കാൻ നാടിഞ്ഞരമ്പുകൾക്ക് ബലം തന്ന ദൈവം, നമ്മൾ സാധാരണ കേൾക്കുന്ന കാഴ്ച തന്ന ദൈവം, അല്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിച്ചപ്പോൾ ദഹിച്ചു പോയി, അല്ലെങ്കിൽ അതൊക്കെ കൃപയാണ്. നമ്മൾ ശ്വാസം വിടുമ്പം ഓക്സിജൻ കയറിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ പോകുന്നു, കൃപയാണ്. കൃത്യമായ ആഹാരവും വിസർജനവും അതുപോലെ ശ്വാസോച്ഛ്വാസങ്ങൾ ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന കൃപയാണ്. നമുക്കൊരാശയം, ഒരു ബിസിനസ്സിലാണെങ്കിൽ അതിൻ്റെ ആശയം തോന്നുന്ന കൃപയാണ്, സാമാന്യ കൃപയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ സാമാന്യ കൃപ അനുഭവിക്കുന്ന തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പ്രത്യേക കൃപകളുടെ തലത്തിലേക്ക് വരുമ്പം അതിൻ്റെ വ്യത്യാസം നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല, നമുക്ക് ശക്തി കിട്ടി എന്നുള്ളതല്ല, നമ്മുടെ ശക്തിക്ക് അപ്പുറത്ത് ദൈവം നമ്മളെ രക്ഷിച്ചു, അല്ലെങ്കിൽ നീതീകരിച്ചു, അല്ലെങ്കിൽ വിശദീകരിച്ചു. ക്രിസ്തുവിൻ്റെ മനോഹരത്വം
നമ്മുടെ പെരുമാറ്റങ്ങളിലും ഇടപെടലുകളിലും എല്ലാം പതുക്കെ പതുക്കെ പകർന്നു വ്യാപിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ദൈവകൃപ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ദൈവകൃപ എന്ന് പറയുമ്പം അതിനകത്ത് മനുഷ്യന് മഹത്വം എടുക്കാൻ കഴിയില്ല. ദൈവം കംപ്ലീറ്റ് ആയിട്ട് മഹത്വം എടുക്കുന്നു. അപ്പം സ്വാഭാവിക മനുഷ്യൻ ഇപ്പം ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യേണ്ടതെല്ലാം സ്വാഭാവിക ജീവനും കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നോർമലി ബൈബിൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ചെയ്യുക, അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യുന്ന പല വർക്കുകളും സ്വാഭാവികമായ ശക്തി കൊണ്ട് ചെയ്യുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ദൈവകൃപ ഉപയോഗിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. നമ്മൾ ദൈവത്തിന് ഗ്ലോറി ടു ഗോഡ് അല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ ഗ്ലോറി പലപ്പോഴും നമ്മൾ തന്നെ സ്വന്തമായി എടുക്കുന്നു എന്നാണ് ഇതിനകത്തുനിന്ന് മനസ്സിലായത്. അപ്പം ഈ ദൈവത്തിൻ്റെ യഥാർത്ഥ ആ ഒരു ജീവനിലേക്ക് നയിക്കുന്ന ദൈവകൃപ അപ്പോൾ ഉപയോഗിക്കേണ്ടി വരുന്നത് നമ്മുടെ പാസ്റ്റർ പറഞ്ഞത് നമ്മുടെ ബലഹീനതയിലാണെന്നാണ്. അപ്പോൾ ശരിക്കും ഒരു മനുഷ്യൻ ബലഹീനനാകുന്നത് എവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ? ഞാൻ ബലഹീനനാണ് അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല, എപ്പോഴൊക്കെയാണ് കൂടുതലായിട്ട്, ഏതവസരത്തിലാണ് കൂടുതലായിട്ട് ഈ ദൈവകൃപ ഉപയോഗിക്കാൻ തക്കവണ്ണം ഒരു മനുഷ്യൻ ബലഹീനനാകുന്നത്? സാധാരണഗതിയിൽ ഈ ബലഹീനനാവുക അല്ലെങ്കിൽ മുറുക്കപ്പെടുക, തകർക്കപ്പെടുക എന്നൊക്കെ പറയുന്നതിന് മനുഷ്യർ മനസ്സിലാക്കുന്നത് വലിയ സമ്പത്തുള്ള ആളായിരുന്നു, പെട്ടെന്നെല്ലാം പൊട്ടി തകർന്നുപോയി, ആ തകർച്ച ഇങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ രോഗം വന്നു പെട്ടെന്ന് തകർന്നുപോയി. ശരിക്കും അങ്ങനെയല്ല ഒരു വിശ്വാസി തകരേണ്ടത്. അതല്ല ബ്രോക്കൺനെസ് ആത്മീകമാകുന്ന ബ്രോക്കൺനെസ് എന്ന് പറയുന്നത്. പക്ഷേ ദൈവം ഇതിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അത് മനുഷ്യനെ ആത്മീകമായ ബ്രോക്കൺനെസ്സിലോട്ട് കൊണ്ടുപോകാൻ ജീവിതത്തിലെ പരാജയങ്ങളെല്ലാം ദൈവം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ശരിക്കും സ്പിരിച്വൽ ബ്രോക്കൺനെസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഒരു ബലഹീനത അനുഭവപ്പെടുന്നത് ക്രിസ്തുവിനെ നോക്കുമ്പോഴാണ്. ക്രിസ്തുവിനെ നോക്കുമ്പോൾ ഞാൻ ഇടപെടുന്നതൊക്കെ വളരെ മോശമാണ്. ക്രിസ്തുവിനെ നോക്കുമ്പോൾ ആ നിലവാരം നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഞാനത് നീതിയാണെന്ന് വിചാരിക്കുമ്പോഴും അവർ വെറും നിഴലുകളാണ്. ഞാൻ വലിയ നല്ല കാര്യം ചെയ്തു എന്ന് പറയുമ്പോഴും ക്രിസ്തുവുമായിട്ട് താരതമ്യം ചെയ്യുന്ന വരെ നമ്മുടെ ശക്തിയാണ്. പക്ഷെ കർത്താവിൻ്റെ സ്വഭാവമായിട്ട് താരതമ്യം ചെയ്ത് കഴിയുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് ഞാൻ ചില ദിവസങ്ങളിലേക്ക് 5-6 സൂം സെഷൻസും പിന്നെ ഫിസിക്കൽ സെഷനിലും നടത്തി ഒരു ദിവസം 10-12 മണിക്കൂറും പ്രസംഗിച്ചിട്ട് ഞാൻ അവസാനം ചിന്തിക്കാറുണ്ടായിരുന്നു, ഇത്രയും പ്രസംഗിച്ചു. അപ്പോൾ അതിനകത്ത് എൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ കൃപയാലെന്ന് നമ്മൾ പറയും, എൻ്റെ കൂടെ പറയും. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു, കർത്താവ് 3 ദിവസം അത്രയും വലിയ ജനക്കൂട്ടത്തോടൊരു മൈക്രോഫോണും സ്പീക്കറും ഒന്നും ഇല്ലാതെ 3 ദിവസം സംസാരിച്ചു മലയുടെ മുകളിൽ കയറി നിന്നിട്ട്. കാരണം മലയുടെ മുകളിൽ ഇത്തിരി ഉയരത്തിൽ നിന്ന് അലറിയാൽ മാത്രമേ ഇത്രയും പേർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതെന്ത് ശബ്ദത്തിൽ അലറണം 3 ദിവസം. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം കർത്താവ് ചോദിക്കുന്നു, ഇവർ തളർന്ന് കാണും, ഇവർക്ക് വല്ല ആഹാരം കഴിക്കാനുണ്ടോ, ഒരു വഴിയിൽ തളർന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്നാ പറയുന്നത്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടില്ല, എൻ്റെ തൊണ്ടയുടെ അവസ്ഥ എന്താ, എനിക്കിതൊരു വെള്ളം താന്നല്ല പറയുന്നത്. അപ്പോൾ ഞാനൊരു ആലോചിച്ച് കഴിഞ്ഞപ്പം കർത്താവ് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷകളിൽ ഒരു വെള്ളം കുടിക്കണം എന്നുള്ള ആഗ്രഹം പോലും ഇല്ല എന്നുള്ളതാണ്. അതായത് കംപ്ലീറ്റ് 100% സ്നേഹമാണ്, കണക്കുകളില്ല. കർത്താവ് ഒരിക്കലും കണക്ക് പറഞ്ഞിട്ടില്ല. കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല ഞാൻ എന്ത് കഷ്ടപ്പെട്ട് ഇറങ്ങി വന്നാണെന്നറിയോ, നിനക്കൊന്ന് കേട്ടാൽ എന്നാ കുഴപ്പം, ചോദിച്ചിട്ടില്ല. കർത്താവ് ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് യാതൊരുവിധ സ്വാഭിമാനം ഉണ്ടായിരുന്നില്ല. പിതാവ് പറയുന്നു, ഞാൻ കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കാണുമ്പോൾ പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വല്ലാതെ പുകഴുകയും മറ്റുള്ളവർ പുകഴ്ത്തുമ്പോൾ നമ്മൾ നിലയില്ലാതെ ഇങ്ങനെ പൊങ്ങി പോവുകയും ചെയ്യും. പക്ഷേ യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒന്നും പുകഴാനില്ല. കർത്താവ് എത്രയോ പുകഴാൻ കർത്താവിനുണ്ടായിരുന്നു. കാരണം കുഞ്ഞാട് എല്ലാ ബഹുമാനവും സ്വീകരിക്കാൻ യോഗ്യനുമായിരുന്നു. പക്ഷേ കർത്താവ് മറ്റുള്ളവരെക്കുറിച്ച് മാത്രം ചിന്തിച്ചുള്ളൂ. ഒരിക്കലും സ്വന്തം കംഫർട്ട്. ഈ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ അനേകം ആൾക്കാർ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കി, അനേകം ആൾക്കാരെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. പക്ഷേ കർത്താവ് ഒരിക്കൽ പോലും എന്നാൽ വിശന്നിരിക്കുകയാണ്, വിശപ്പ് മാറട്ടെ എന്ന് പറഞ്ഞില്ല. ദാഹിച്ചിരിക്കുകയാണ്, ദാഹിക്കണ്ട എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഒരു മനുഷ്യനെ പോലെ, ബലഹീനനായൊരു മനുഷ്യനെ പോലെ കർത്താവ് ജീവിച്ചു. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ യേശുക്രിസ്തുവിൻ്റെ ലൈഫാണ് നമ്മളെ തകർക്കുന്നത്. ഇങ്ങനെ അവിടുന്ന് തകർച്ച ഉണ്ടാകാവൂ. ഒരു സ്പിരിച്വൽ റെവലേഷനാണ് നമ്മൾ എന്തോരം ഉണ്ട് നമ്മളെ കാണിച്ചു തരുന്നത്. ആ സ്പിരിച്വൽ റെവലേഷനിലൂടെ ക്രിസ്തു ആരാന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ ഒരിക്കലും പറയില്ല ഞാൻ അനുസരിച്ചു, ഞാൻ പെർഫെക്റ്റാണ്, എൻ്റെ പ്രവൃത്തി ദൈവം അംഗീകരിച്ചു എന്നൊരിക്കലും പറയത്തില്ല. കാരണം കർത്താവായ യേശുക്രിസ്തുവിനേക്കാൾ കുറഞ്ഞ ഒന്നിനെയും പിതാവ് അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ആ പുത്രനെ തന്നെ നമുക്ക് തന്നത്. അത് ഏതവസ്ഥയിലും യേശുക്രിസ്തുവിനേക്കാൾ കുറഞ്ഞ ഒന്നിനെയും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൃപ എന്ന വിഷയം, യേശുക്രിസ്തുവിൻ്റെ പെർഫെക്ഷൻ നമുക്ക് ദാനമായിട്ട് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു മനോഹരത്വമാണ്. അപ്പോൾ 3 അർത്ഥങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അർഹതയില്ലാത്തൊരു മനോഹരത്വം ദൈവത്തിൻ്റെ ശക്തിയായി എന്നിൽ വെളിപ്പെടുന്നു.
അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. എനിക്ക് അർഹതയില്ലാത്തൊരു മനോഹരത്വം എന്ന് പറയുമ്പം അത് തേജസ്സിനെ കുറിച്ച് പറയും. അതുപോലെ എനിക്ക് അർഹതയില്ലാത്ത എന്നുള്ള വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നത്? അൺമെറിറ്റഡ് ഫേവർ. ദൈവത്തിൻ്റെ ശക്തി എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് എനിക്ക് ക്രിസ്തുവിൻ്റെ ലൈഫിലേക്ക് പോകാം. അപ്പോൾ ശരിക്കും ഡോക്ട്രിൻ അല്ല, അതായത് കോൾഡ് ഡോക്ട്രിൻസ് വിത്ത് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്, അതല്ല നമ്മുടെ ഉദ്ദേശം. ഞാൻ പ്രസംഗിക്കുന്ന ഉദ്ദേശം നിങ്ങളൊരു പർട്ടിക്കുലർ ഡോക്ട്രിനകത്ത് കൊണ്ടുവരണമെന്നല്ല. ക്രിസ്തുവിനെ നമുക്ക് നേടുവാൻ വേണ്ട ഉപദേശം, അത് ഞാനല്ല, ക്രിസ്തു. ഒരു ക്രൈസ്റ്റ് സെൻട്രിക് ലൈഫ്, അതിൻ്റെ മനോഹരത്വം ഉണ്ടാകുന്നതാണ് ശരിക്കും ദൈവകൃപ എന്ന് പറയുന്നത്. ഒരടി കൊള്ളുമ്പോൾ നമുക്ക് അയാളെ നോക്കി ചിരിക്കാൻ, സന്തോഷിക്കാൻ, ക്രിസ്തുവിൽ ആനന്ദിക്കാൻ പറ്റുന്നതാണ് കൃപ. അപ്പോൾ ഭയങ്കര ഒരു കാഴ്ചയാണ്. ആ കാഴ്ചയാണ് മനോഹരത്വം നിറഞ്ഞ കാഴ്ച. ഇപ്പം ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട സാഹചര്യങ്ങളിലാണ്, അല്ലെങ്കിൽ ആ ഒരു കർത്താവ് നമ്മുടെ മുമ്പിൽ വെക്കുന്ന ആ ടാർജറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ കൂടുതലായിട്ട് ദൈവകൃപ വെളിപ്പെടേണ്ടതല്ലേ? എക്സാക്ട്ലി. ഇപ്പം നമ്മൾ ഭാര്യയോടുള്ള പെരുമാറ്റം, ഒരുപക്ഷെ നിങ്ങൾ നല്ലൊരു പെരുമാറുന്നവരായിരിക്കും, പക്ഷെ കർത്താവ് സഭയോട് പെരുമാറി ചോദിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ എല്ലാം ഐഡിയൽ ആയിട്ട് ക്രിസ്തു വരുമ്പോഴാണ് നമ്മൾ തകരുന്നത്. നമുക്ക് എന്ത് ചെയ്താലും നമ്മളെ കൊണ്ടാകുന്നില്ല, അപ്പോൾ ഞാൻ അശക്തനാവുന്നു. അപ്പോൾ കൃപയെക്കുറിച്ചുള്ള എല്ലാ നിർവചനങ്ങളും അവിടെ പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട്. മനോഹരത്വം എന്നുള്ളതും അൺമെറിറ്റഡ് എന്നുള്ളതും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി എന്നുള്ളതും ഇതെല്ലാം വെളിപ്പെട്ട് വരുന്നത് നമ്മുടെ വിശദീകരണത്തിലാണ്. ഓക്കെ, നീതീകരണത്തിലും വിശദീകരണത്തിലും തേജസ്കരണത്തിലും രക്ഷയിലാണ് വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ ബലഹീനാണെന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് ശരിക്കും ഈ മനോഹരമായ ദൈവകൃപ, കർത്താവിന് മഹത്വം കൊടുക്കുന്ന എല്ലാ ഇടങ്ങളിലും ദൈവമേ നിനക്ക് സ്തോത്രം, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു, നിൻ്റെ ആ മഹത്വം കാണാനായിട്ട് പറ്റുന്നു എന്ന് പറയാൻ കഴിയുന്നത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ബലഹീനാണ്. ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം ഇതിലേക്ക് എനിക്ക് എത്താനായിട്ട് പറ്റുന്നില്ലല്ലോ, അവനെപ്പോലെ എനിക്ക് ആ ക്രിസ്തുവിനെ പോലെ ആകാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിലാണ് കർത്താവ് നിൻ്റെ കൃപയ്ക്കായിട്ട് നമ്മൾ വാസ്തവമായിട്ടും നിലവിളിക്കുന്നത്, അല്ലേ? അതെ, കർത്താവിനോടുള്ള തീവ്രമായ സ്നേഹമാണത്. ആ സ്നേഹത്തിൽ നിന്നാണ് ബ്രോക്കൺനെസ് ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് പൗലോസ് കൃപയുടെ വാഴ്ച എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മളുടെ ബലഹീനത എന്ന് പറയുന്നത് ന്യായപ്രമാണം നമ്മുടെ പാപങ്ങൾ കാണിച്ച് നമ്മളെ ബലഹീനരാക്കുകയാണ്. അത് ബലഹീനത എത്രമാത്രം നമുക്ക് ഫീൽ ചെയ്യുന്നോ അത്രമാത്രമാണ് കൃപയുടെ വാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ബലഹീനത എനിക്ക് യേശുക്രിസ്തുവിനെ പോലെ ഞാനല്ല, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഒത്തിരി പാപ സ്വഭാവമുണ്ട്, അല്ലെ പാപ പ്രകൃതം എന്നിലുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നു. ആ ന്യായപ്രമാണമാണ് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ ന്യായപ്രമാണം അത് മനസ്സിലാക്കി തരുമ്പം ഞാൻ എന്താ ചെയ്യുന്നത്? ഞാനൊന്നുമില്ലാതെ തിരിച്ചറിയണം. അവിടെയാണ് കൃപ വ്യാപരിക്കുന്നത്. പാപം പെരുകിടത്താണ്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ പോയി പാപം ചെയ്യുമ്പം കൃപ വ്യാപരിക്കുന്നല്ല, ന്യായപ്രമാണം ഇടയിൽ ചേർന്ന് വന്നു, അതുകൊണ്ട് പാപം പെരുകി. കാരണം ന്യായപ്രമാണം വന്നില്ലായിരുന്നെങ്കിൽ പാപം അറിയില്ലായിരുന്നു. ന്യായപ്രമാണം വന്നപ്പോൾ പാപം എണ്ണിട്ട് തീരുന്നില്ല. അപ്പോൾ അവിടെ എന്നെ നിസ്സഹായാവസ്ഥയിലേക്ക് ഞാൻ വന്നു. അപ്പോഴാണ് കൃപ വ്യാപരിക്കുന്നത്. ചുങ്കക്കാരൻ്റെ കർത്താവ് പറഞ്ഞ വാക്കാണ്, ഇന്ന് നീ സമാധാനമായി വീട്ടിലോട്ട് പോകാൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് മടങ്ങിയെന്ന്. അപ്പോൾ ആ ദൈവത്തിൻ്റെ നീതീകരണത്തിൻ്റെ സമാധാനം ചുങ്കക്കാരന് കൊടുത്തത് ഈ ബ്രോക്കൺനെസ് ആണ്. അവന് സ്വർഗത്തിലോട്ട് നോക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. ആ ബ്രോക്കൺനെസ് എന്ന് പറയുന്നത് സ്പിരിച്വൽ, അത് കർത്താവിൻ്റെ നീതി നമുക്ക് വെളിപ്പെടുമ്പോഴാണ് ശരിക്കും ആ ബ്രോക്കൺനെസ് ഉണ്ടാകുന്നത്. അപ്പം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മനോഹരമായ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൃപ നമുക്ക് വെളിപ്പെടുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പലതരം അല്ലെങ്കിൽ ബന്ധനം, തടസ്സം, മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പല ക്രിസ്തീയ ജീവിതത്തിൻ്റെ പല തടസ്സങ്ങൾ എന്നുവെച്ചാൽ പാപത്തെ ജയിച്ചൊരു ഒരു ജീവിതം, നിരന്തരം പല കാര്യങ്ങളും ചെയ്തിട്ട് പല പ്രാവശ്യം ഉപവസിച്ചു, പല കാര്യങ്ങളും പല പ്രവൃത്തികൾ ചെയ്തിട്ടും നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന പല കാര്യങ്ങളും ഈ കൃപ നമുക്ക് വെളിപ്പെട്ട് വരുമ്പോൾ ഈ കൃപയ്ക്കകത്തൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആ ക്രിസ്തുവിൻ്റെ ജീവൻ ശരിക്കും വെളിപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത്? അതെ, യേശുക്രിസ്തുവിൻ്റെ ജീവനാണ് കൃപയുടെ കാരണം. കൃപ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന അവിടെ തന്നെയാണ്. കൃപ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വാഴുവാനായിട്ട് ആരംഭിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ശരിക്കും അനുഭവിക്കാൻ പറ്റുമല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഈ കൃപ നമ്മൾ വ്യാപരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ
എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെല്ലാം ചോദിച്ചാൽ ഇത് കൃപയ്ക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് പറയാം കൃപയാൽ, പക്ഷെ കൃപയാലായിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ ഓരോ പോയിന്റിലും അത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ വേറൊരു തലത്തിലേക്ക്, ജീവിതത്തിൻ്റെ വേറൊരു തലത്തിലേക്ക്, ക്രിസ്തുവിൻ്റെ മനോഹാരിതയിലേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മുടെ ഫെയ്ത്തിനകത്തോടെ ഈ കൃപ വ്യാപരിക്കും. അപ്പോൾ ഫെയ്ത്തിലൂടെ കൃപ വ്യാപരിക്കുക, കൃപ വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ടായിരിക്കാം, പക്ഷേ ശത്രുക്കളുടെ അടുത്തേക്ക് നിങ്ങൾ ചെല്ലുമ്പം, നിങ്ങൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് സമാധാനം ഉണ്ടാവും. കാരണം നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ക്രിസ്തുവാണ്. അതാണ് കൃപ എന്ന് പറയുന്നത്. മനോഹരമാണ്. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം എല്ലാം മനോഹരമാണ്. ചെയ്ത എല്ലാ പ്രവൃത്തികളും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ ഇന്നങ്ങനെ ആയാൽ ലോകം തന്നെ തിരിഞ്ഞു പോകും. അതുപോലെ മനോഹരമായിട്ടാണ് കർത്താവ് ജീവിച്ചത്. ആ ഒരു പ്രകൃതത്തിലേക്ക് ദൈവം നമ്മളെ രക്ഷിക്കുന്നു. അപ്പോൾ കൃപ എന്ന് പറയുന്ന ആ പ്രകൃതം നമുക്ക് തരുന്ന, തേജസ് നമുക്ക് തരുന്ന ഒരു അനുഭവമാണ്. അപ്പോൾ കൃപയുടെ പുകഴ്ച എന്നൊരു വാക്കുകൂടെ ബൈബിളിലുണ്ട്. ദൈവത്തിൻ്റെ കൃപയുടെ പുകഴ്ച. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പം എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്നത് നമ്മളെ ആയിരിക്കില്ല, ദൈവത്തിൻ്റെ കൃപയായിരിക്കും. ഇവനെ ഇവിടെ കൊണ്ടുവന്ന ദൈവം എന്ത് ഭയങ്കര പ്രവൃത്തി ചെയ്തത്, ഇവനെങ്ങനെ ക്രിസ്തുവിനെ പോലെ ആയത്, മഹാ ഉഴപ്പനും പാപിയുമായ ധിക്കാരിയുമായ ഒരു പെർഫെക്ഷനില്ല. നമ്മൾ തന്നെ നോക്കിയിട്ടില്ലേ ഇവൻ എന്തിനെങ്ങനെ ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ലേ? നോക്ക്, ക്രിസ്തുവിനെ പോലെ സ്വർഗ്ഗത്തിൽ വന്നിരിക്കുന്നു. ഓ, ഇവനാൾ കൊള്ളാം കേട്ടോ എന്നല്ല പറയുന്നത്. കർത്താവിൻ്റെ കൃപ എത്ര മനോഹരമെന്നാണ് പറയുന്നത്. അവൻ്റെ സർവ്വതും അവൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി, അല്ലെങ്കിൽ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് അവസാനം ഗ്ലോറിഫൈഡാണ്, തേജസ്കരിക്കപ്പെടുകയാണ്, അതായത് മഹത്വപ്പെടുകയാണ്. അവൻ്റെ കൃപ എത്ര വലുത് എന്ന്, മനോഹരത്വം എത്ര ഭയങ്കരം എന്നാണ് ശരിക്കും കൃപയുടെ യഥാർത്ഥ പ്രസ്താവന. അപ്പോൾ കൃപയാൽ ജീവിക്കുക എന്നുള്ളത് സത്യമാണ്, വിശ്വാസി പറയുമ്പോൾ. പക്ഷേ അത് സാമാന്യ കൃപയായി പോകരുത്, അത് രക്ഷിക്കുന്ന ദൈവകൃപയായിട്ട് മാറണം. ഇന്നത്തെ ചോദ്യോത്തര പരിപാടി ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ കൃപയിൽ ജീവിക്കുവാൻ, ആ കൃപ ഞങ്ങൾക്ക് അനുഭവമാകുവാൻ, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ അംശങ്ങളും കർത്താവ് അങ്ങയുടെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി മാറുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളിൽ ജീവിക്കുന്ന, കർത്താവിൻ്റെ സ്വഭാവം ഞങ്ങളിലേക്ക് പകരുന്ന, ആ മനോഹരത്തെ ഞങ്ങളിൽ ഉണ്ടാക്കുന്ന രക്ഷയുടെ അത്ഭുതകരമായ ദാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ഞങ്ങൾക്ക് അനുഭവം നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.